ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ ഇന്നും ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാൻ വേറൊരു ഷോപ്പിംഗ് വ്ളോഗിൽ പറഞ്ഞ പോലെ എപ്പോഴും എന്താ ഷോപ്പിംഗ് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അല്ല, നമ്മളെ കഥയിൽ കൂടുതൽ ഷോപ്പിംഗ് വ്ളോഗ് കേൾക്കണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോഴേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ വ്ളോഗ് എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം പോണ വഴിക്കൽ നമുക്ക് റൂഹി ബേബിക്ക് മരുന്ന് വാങ്ങാനുണ്ടായിന് കേട്ടോ. അപ്പം അങ്ങനെ മരുന്ന് വാങ്ങാൻ കഴിഞ്ഞിട്ട് ഫുൾ ഷോട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല, ചെറിയ ചെറിയ ഭാഗങ്ങളും അങ്ങനെയൊക്കെ പകുതി ആയപ്പോഴാട്ടോ ഓർമ്മ വന്നത്, കുറച്ചൊക്കെ ആയാറെ. അപ്പം അങ്ങനെ പകുതിക്കെന്നാണ് വ്ളോഗ് എടുക്കുന്നത്. പിന്നെ അതേപോലെ കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല, അതിൻ്റെ മുന്നേ സ്റ്റോറേജ് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഓഫാക്കേണ്ടി വന്നിട്ടോ. അപ്പം അതിൻ്റെ ഇടയിലെടുത്ത് ചെറിയ ചെറിയ ഷോട്ടാണ്. അപ്പം നിങ്ങൾ തൽക്കാലം കുറച്ച് വ്ളോഗ് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നെങ്കിൽ രണ്ട് ചെരുപ്പ് കാലില്ല, അല്ലെങ്കിൽ രണ്ട് ചെരുപ്പ് വൻ തിരക്കാം. ഞങ്ങൾ തിങ്കളാഴ്ചയാണ് കേട്ടോ പോയത്. അപ്പം സൂപ്പർ മാർക്കറ്റിൽ തിങ്കളാഴ്ച ചന്ത ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതാണ് ഈ തിരക്ക് ഫുള്ള് കാണുന്നത്. നല്ല തിരക്കാണ് പച്ചക്കറിയിൽ കേട്ടോ. പ്രത്യേകിച്ച് പച്ചക്കറിക്കാണ് കൂടുതൽ, പച്ചക്കറിക്കും ഫ്രൂട്ട്സിനൊക്കെയാണ് കൂടുതൽ ഓഫർ ഉണ്ടാവുക. അപ്പം ആ സെക്ഷനിൽ നല്ല തിരക്കാട്ടോ. സാധാരണ നമ്മൾ പോകുമ്പം ഇങ്ങനെ എത്ര തിരക്കൊന്നും ഉണ്ടാവേയില്ല. പിന്നെ നമ്മൾ അങ്ങനെ ചന്ത നോക്കിയിട്ട് അങ്ങനെ പോകില്ല കേട്ടോ. സാധനം വാങ്ങാൻ കഴിയുമ്പം അങ്ങനെ ജസ്റ്റ് അങ്ങനെ പോകലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചന്തൻ്റെ അന്ന് വരുന്നതും ഇത്രയും തിരക്കാവണതൊക്കെ കേട്ടോ. ശരിക്കും ഇങ്ങനെ തിരക്കായാൽ നമുക്ക് ഇടയിൽ കൂടെ പോയി ഈ സാധനം എടുക്കാനൊക്കെ ഭയങ്കര ഗതിയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചൊക്കെ സാധനം അവിടെ പോയി വാങ്ങുന്നുണ്ട്. നമ്മൾ പിന്നെ ആ സെക്ഷനിലേക്ക് പോകാതെ പിന്നെ തിരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം കേട്ടോ. നമുക്ക് സ്റ്റിക്കറോടിൻ്റെ സെറ്റ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ആദ്യം ഇങ്ങോട്ട് വരാം. ഹെയർ ഓയിൽ എന്തൊക്കെയാ ഉണ്ട്, അമ്ല വേണം. ഇത് സ്ട്രോങ്ങർ ഇതെനിക്കറിയൂല, ഭയങ്കര ഫേമസ് ആണ് അമ്ല ഹെയർ ഓയിൽ. നല്ലതാ. ആരാ എല്ലാവരും പറയുന്നത് കേട്ടു. അങ്ങനെ റോസ്മേരി മേടിച്ചല്ലേ, റോസ് വാട്ടർ ഹൽവ ബ്ലാക്ക് ഹൽവ അവിടെ അങ്ങനെ പെട്ടെന്ന് പോണ ഇടയിലാട്ടോ ഞാൻ ഈ ഹമാം സോപ്പ് കാണുന്നത്. ഈ ഹമാം സോപ്പ് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു സോപ്പ് ഉണ്ട് എന്ന് അറിയണത്. ഇതിനൊരു കഥ ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് പോണ ഇടയിൽ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കാനുള്ള ഒരു കഥ ഉണ്ട്. ആ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ നമ്മളെ സാറ് എപ്പോഴും ഇങ്ങനെ ഓരോ സാറിൻ്റെ പേര് ഹമാമ എന്നായിരുന്നു. അപ്പം സാറ് എപ്പോഴും ഇങ്ങനെ ഈ എക്സാമ്പിൾ എടുക്കുന്ന ടൈമിൽ എപ്പോഴും സാറ് ഹമാം സോപ്പ് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു സാറ് പേര് ഹമാമ എന്നല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് ഹമാം സോപ്പ് അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നേക്കാരം. ഇങ്ങനെ നമ്മളോട് ഏതെങ്കിലും രണ്ട് സോപ്പുകളിലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സാമ്പിൾ എഴുതാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പേര് ഹുസ്നയാണ്, അപ്പോൾ ഞാനെപ്പോഴും ഹുസ്ന സോപ്പ് എന്നൊക്കെ ഞാൻ അങ്ങനെ എഴുതുനി. ഞാൻ സാറ് അങ്ങനെ വിചാരിച്ചു. കാരണം ഞാൻ ഇതുവരെ ലൈഫിൽ അങ്ങനെ ഹമാം സോപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ സോപ്പ് കണ്ടത്. അതാണ് ഞാൻ പെട്ടെന്ന് എടുത്തു നോക്കി കേട്ടോ. ഫോട്ടോമാരറിയില്ലേ ബ്ലാക്ക് ഹൽവ അങ്ങനെ ബ്ലാക്ക് ഹലുവ വാങ്ങാം കേട്ടോ. നമ്മൾ ബ്ലാക്ക് ഹലുവ അറിയണത് ഒരു കറുത്തലുവ എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഞങ്ങൾ വീട്ടിൽ കറുത്തലുവ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാവക്ക് പൂതിയായിട്ട് വാവ അമ്മച്ചിനോട് വാങ്ങിച്ചാണ്. അപ്പോൾ ഓള് അതിന് നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഓള് ചീത്ത അറിയട്ടോ, കുറച്ച് തരുള്ളൂ. ഓള് പറയും ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയാണ്, എനിക്ക് വേണമെങ്കിൽ ഇജ്ജ് വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചൂടായി. അപ്പം അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി ഞാൻ വാങ്ങും. അപ്പം അതാട്ടോ ഓൾ ഇന്നെ ഈ സെക്ഷനിക്ക് കൊടുന്നതാട്ടോ, എനിക്ക് കറുത്തലുവ വേണ്ടേ ഈ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഓള് അങ്ങനെ കൊടുന്നു. അപ്പോൾ ഞാൻ വാങ്ങാൻ വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഓൾ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്, കുറേ ബ്രൗണി അതൊക്കെ എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ചോടുന്നടുത്ത്
ഓൺലൈനിൽ സ്കൂളിൽ പൈസ കിട്ടും. ഞാനിവിടെ അപ്പം പറഞ്ഞത് അവിടുന്ന് ഓട്ടങ്ങൾ എനിക്ക് വാനിലല്ലേ വേണ്ടേ? ഇത് വാനില ബുദ്ധിയല്ലല്ലോ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അങ്ങനെ തന്നെ കാരണം കുറച്ച് ബുദ്ധി എന്ന് പറഞ്ഞോല്ലേ. ഇതിന് 250 റുപ്യ, ഇതിന് 85 റുപ്യ. അപ്പൊ ഇതാ ലാഭം. ഇതെത്ര വലിയ ഇത് മില്ലി ലിറ്റർ പീനട്ട് ബട്ടർ ഞാൻ പീനട്ട് ബട്ടർ ഇഷ്ടമല്ല. വേണ്ട. ഇത് 40. ഇതോ ഇത് 200 മില്ലി. 40 മില്ലിക്ക് 55 ഫോർ ഡ്രൈ സ്കിൻ. ഇത് മേടിക്കുക. ഡ്രൈ സ്കിന് നല്ലതാണ്. എനിക്ക് ഡ്രൈ സ്കിന്നാ ശിവനോട് ചോദിച്ചത് പീനട്ട് ബട്ടർ ആണോ? 449 റുപ്യ. ഇത് നോക്ക്, ഇത് നോക്ക്. അതിനത് എത്ര 500? ഇത് 200, ഇത് 200, ഇത് 200. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും വാങ്ങില്ല, വെറുതെ ഒരു രസം. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പം കുറച്ച് പ്രഹസനം എന്നല്ല, അത് ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു ടൈം പാസിന്. ഉമ്മ അവിടെ പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങണില്ല, അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ നോക്കിക്കണ്ട വിചാരിച്ച ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചിലത് എടുത്തിട്ടുണ്ട്, ചിലത് നോക്കി അവിടെ തന്നെ വെച്ച് പോവുക. അങ്ങനെ ഇങ്ങനെ ടൈം കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ ഹെയർ ഓയിലിൻ്റെ സെക്ഷനിലേക്ക് എന്നാൽ വന്നിക്കാം കേട്ടോ. കാരണം എനിക്ക് ഹെയർ ഓയിൽ വാങ്ങണം എന്നുണ്ട്. കാരണം കുറേ ആയി ഹെയർ ഫാൾ. അപ്പം പലത് ട്രൈ ചെയ്തിട്ടും യാതൊരു മാറ്റവും കാണുന്നില്ല. അപ്പം ഒന്ന് ട്രൈ ചെയ്യും, അപ്പം ആ കുപ്പി കഴിഞ്ഞിട്ട് അത് ഹെയർ ഫാളിന് മാറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക. ഇത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കേട്ടോ. ഇത് ഇനി ഹെയർ ഫാൾ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വീട്ടിൽ ഇങ്ങനെ ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നമ്മൾ അമ്ലയായിട്ട് എടുത്ത്, അപ്പം അമ്ലേൻ്റെ ചെറിയ ബോട്ടിലെടുത്ത്, അപ്പം അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഒന്നിൽ തന്നെ കോൺസ്റ്റൻ്റ് ആയി നിന്നാൽ ചിലപ്പം അങ്ങനെ ഹെയർ ഫാള് നിന്നാൽ മതിയാവും. പക്ഷെ നമുക്കൊരു ക്ഷമയില്ല കേട്ടോ. ഇത് ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ല എന്ന് കാണുമ്പോൾ എന്നാൽ പിന്നെ ഇത് വെറുതെ ആണ്, അപ്പോൾ അടുത്ത ട്രൈ ചെയ്തോക്കാം എന്നുള്ള നിലക്ക് അങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് കുറച്ചായിട്ടോ. അപ്പം ഇതാണ് ലാസ്റ്റ് എന്ന് തീരുമാനിച്ച് കഴിഞ്ഞതിൽ. ഇപ്പം ഞാൻ ഇപ്പം 2 പ്രാവശ്യമാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യം ആകുമ്പോൾ അങ്ങനെ അത്ര വലിയ റിസൾട്ടൊന്നും വരില്ലല്ലോ. അപ്പം എന്തായാലും വെയിറ്റ് ആൻഡ് സീ എന്നുള്ള ഒരു ഇതിലാണ്. വിലയോ എടുക്കുന്നുണ്ട്, പച്ചമുളക് ഉണ്ടാവും. ഉള്ളി നമ്മളതാ ഉള്ളി നമ്മളതാ. അത് ചീരുള്ളിയാണ്. ചീസൊക്കെ നൂഡിൽസ് എടുക്കണോ? ബിരിയാണി വന്നോ? ഇത് നൂഡിൽസ് വാങ്ങണ്ടോ? ഇൻഡോമി മേടിച്ചോ? അതും 2 ടൈപ്പ് ഇൻഡോമി ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ഇത്ര ആയപ്പോൾ തന്നെ നമ്മളെ സ്റ്റോറേജ് തീർന്ന് ഓഫായി പോയിട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് കേട്ടോളൂ കേട്ടോ. ഇനി എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയെന്നുള്ളതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.